റോമിന് കുറേ രഹസ്യങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അതിലൊരു രഹസ്യമാണ് ഇറ്റ്സ് ഗോയിങ് ടു ടീച്ച് യു ഹൗ ടു ഗെറ്റ് മാരീഡ് ഈസിലി. എല്ലാവർക്കും നമസ്കാരം. രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോൾസിനെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരാൾ തണുത്തിട്ട് വിറയ്ക്കുന്നതെന്നും പറഞ്ഞ് ജാക്കറ്റ് ഇട്ട് അതിൻ്റെ മുണ്ടയിൽ എന്തൊക്കെയോ ഷാള് സാധനമൊക്കെ ഇട്ട്, ഇവിടെ വേറൊരു മനുഷ്യൻ ഒരു ടീഷർട്ട് മാത്രം ഇട്ട് സമാധാനം നല്ല കാലാവസ്ഥ ആസ്വദിച്ചു പോവുകയാണ്. ഇവിടുത്തെ ഒരു 8 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ പറയുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. തണുപ്പുണ്ടോയെന്നുണ്ട് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ ഈ നടക്കുവാണെങ്കിൽ നമ്മൾ ബോഡി ഓട്ടോമാറ്റിക്കലി ചൂടാവും എന്നുള്ള വിശ്വാസമുണ്ട്. അത്ര തണുപ്പായിട്ട് ഇപ്പം നമ്മളിപ്പോൾ പോകുന്നത് ഏതോ ഒരു മാളിലാണ്. ഇവിടെ ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവരെ ഒന്ന് മീറ്റ് ചെയ്യണം. എല്ലാവരെയും കണ്ട് സംസാരിച്ച് വി ആർ ഗോയിങ് ടു പാർട്ട് അവർ വേസ്. ഹൗറ എന്ന് പറഞ്ഞ ഒരു മാളിലോട്ടാണ് ഞങ്ങൾ ചെല്ലുന്നത്. കാനഡയിൽ നിന്ന് മഞ്ഞെല്ലാം സഹിച്ച് പണ്ടാരം അടങ്ങി മടുത്ത് വന്നപ്പോഴത്തേക്കും ഇവിടെ കുറേ എണ്ണം മഞ്ഞ് കിടന്നിട്ട് സ്കീറ്റ് ചെയ്യാം. പറയൂ, താങ്കളുടെ എക്സ്പീരിയൻസ് എങ്ങനെ? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതുവരെ ഞാൻ ഒറ്റൊരു തവണ മാത്രമേ വീണിട്ടുള്ളൂ. കാർത്തി എത്ര തവണ വീണു? 5 തവണ വീണു. ഇവിടുത്തെ റെക്കോർഡാണ്. ഈ റെക്കോർഡ് കരസ്ഥമാക്കാൻ സാധിച്ചത്. വിദേശത്താണേലും സ്വദേശത്താണേലും ചിലരെ ദൈവം നമ്മുടെ മുന്നിൽ കൊണ്ടിട്ട് തരും. കുറച്ച് കിളി പോയ മനുഷ്യരെ കണ്ട സന്തോഷത്തിൽ എൻ്റെ റോം യാത്ര തുടർന്നു. ഇപ്പം നമ്മൾ എന്താ കഴിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഫുഡ് കിട്ടണം, പക്ഷെ അത് നോർമൽ ഫുഡ് ആയിരിക്കില്ല, ഇറ്റാലിയൻ ഫുഡ് ആയിരിക്കണം. പിസ്സ ആണേലും ഞാൻ കഴിക്കാത്തൊരു ടൈപ്പ് ആയിരിക്കും. അത്ര എനിക്ക് കണ്ടീഷനുള്ളൂ. കഴിക്കാത്ത സാധനം ഏതാണേലും കുഴപ്പമില്ല. ദാറ്റ്സ് ദ ഓൺലി കണ്ടീഷൻ ഐ ഹാവ്. ഹലോ, ഞാൻ റോമിൽ വന്ന് കുറച്ച് കൂട്ടുകാരെ എല്ലാം കാണുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതിൻ്റെ അത് പുതിയൊരു ക്യാരക്ടറിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ദിസ് ഈസ് ജെസിക്ക. ഒരു എക്സ്പേർട്ട് ബ്ലോഗറാണ്, സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവാണ്. അന്നേരം പുള്ളിക്കാരി ഇവിടുത്തെ ഒതന്റിക് ഒരു മൂവി സിനിമയ്ക്ക് ശേഷം എന്ന് പറഞ്ഞ അപ്ഡേറ്റ്സ് എല്ലാം തരും. ഞാൻ അതിന്റെ ലിങ്ക് ഷെയർ ചെയ്യാം. ഈ ഫുഡ് ഐറ്റംസ്, ഈ പിസ്സ ഐറ്റംസ് എന്താന്ന് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യും. ഇത് ഏതാ ഫ്രാഞ്ചൈസി, ഇതിനെ കുറിച്ചും ജസ്റ്റ് ഒന്ന് ഷോർട്ടായിട്ട്. ഇപ്പം ഇറ്റലി വരുന്ന ഒരാൾ ഇവിടെ വന്ന് കഴിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഷോർട്ടായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ഞാൻ എപ്പോഴും ഇപ്പം ഞാനൊരു ജോലി ചെയ്യുന്നുണ്ട്, ലൈക് ചെക്കിംഗ് സ്റ്റാഫ് ആയിട്ട്. അപ്പൊ അവരെപ്പോഴും ഫുഡ് സജസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ ഞാൻ എന്തായാലും പിസ്സേരിയ എന്ന് പറയുമ്പോൾ അലീഷ പിസ്സ എന്തായാലും പറയും. കാരണം ഭയങ്കര ഒരു ഫേമസ് പിസ്സേരിയ ആണ്. കുറെ ഔട്ട്ലെറ്റ്സ് ഉണ്ട്. ആൻഡ് മെയിൻലി ഞാൻ ഒരു സീക്രട്ട് പറയാം. ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് സ്കൂളിൽ പഠിക്കുന്നത്. അപ്പൊ അവരെപ്പോഴും പറയാറുണ്ട്, ഇവിടെ യൂസ് ചെയ്യുന്ന ഫരീന, മൈദ, അത് ആക്ച്വലി ഇവർ കാണിക്കുന്നത് ഇവിടുത്തെ ഒരു ഫേമസ് ബ്രാൻഡാണ്. പക്ഷെ ആക്ച്വലി അവർ യൂസ് ചെയ്യുന്നത് ഇവർ തന്നെ സീക്രട്ട്ലി ലൈക്ക് പൊടിപ്പിച്ചെടുക്കുന്ന വേറെയാണ്. ലൈക്ക് അതാണ് ഇതിന്റെ പ്രത്യേകത. പക്ഷെ അവർ കാരണം ആൻഡ് ഇവര് ഓൾമോസ്റ്റ് എല്ലാ കടകളിലും ഒരു ഓപ്പൺ ആയിട്ടാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പൊ എന്തായാലും അവർക്ക് അവരുടെ ആ ബ്രാൻഡ് കാണിക്കാൻ പറ്റത്തില്ല. ആൻഡ് ഇപ്പൊ ഇതിനകത്തുള്ളത് പിസ്സ ബ്യാങ്ക എന്ന് പറയണേ. ഇതിനകത്ത് ജസ്റ്റ് പിസ്സന്റെ ബേസും ഒലിവ് ഓയിലും മാത്രമേ ഉള്ളൂ. പിന്നെ മറ്റേത് പതാത്തി എന്ന് പറയും, പൊട്ടറ്റോ ആൻഡ് സ്പേറ്റ്സി ഒക്കെ ഇട്ട് വരുന്നത്. പിന്നെ റൈറ്റ് സൈഡിലുള്ളത് സുക്കീനയാണ്. റൈറ്റ് സൈഡ് എന്ന് വെച്ചാൽ ഈ കാണുന്നത് അത് മറ്റേ എന്താ പറയാ, ചീര പോലത്തെ സാധനമാണോ? പിന്നെ ഏറ്റവും പുറകിൽ സ്വീറ്റ് ആണ്, നുതേല്ലയാണ് അതിനകത്ത്. സ്വീറ്റ് ആയിട്ടുള്ള പിസ്സ ഉണ്ട്. ഡെസേർട്ട് ആയിട്ട് കഴിക്കാം. ഇതൊക്കെ കഴിച്ചിട്ട് അത് കഴിക്കാം നമുക്ക്. ഒരു വെറൈറ്റി സാധനം അല്ലേ? ഇത് പ്രൊഷൂത്തോ ആണ്, ഹാം. പിന്നെ അത് മർഗരീതാണ്. മർഗരീതാണ് ഏറ്റവും ഫേമസ് പിസ്സ എന്ന് തന്നെ പറയാൻ. അതിനകത്ത് ടൊമാറ്റോ സോസ് ഉണ്ട്, മുസറേല്ല ഉണ്ട്. അത് കർബോണാറയാണ്. കർബോണാറ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒരു മെയിൻ പാസ്തയാണ്. അതിൽ തന്നെ പിസ്സ ഉണ്ട്, അതിന്റെ ഓൾറെഡി ഇൻഗ്രീഡിയൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അത് മെലാൻസാനയാണ്, എഗ് പ്ലാന്റ് ഇല്ലേ, ബ്രിഞ്ചോൾ. അതൊരു വെറൈറ്റി സാധനം, ഞാനും കണ്ടിട്ടില്ല. ഞങ്ങളുടെ അവിടെ ഒന്നും ഇങ്ങനെ ഒരു ഐറ്റം പോലും ഇല്ല. പിന്നെ ആ ഭയങ്കര ക്രീമി ആയിട്ട് കാണുന്നത് പ്രോൺസ് ആണ്. അത് ഞങ്ങൾ ട്രൈ ചെയ്തൊരു സാധനമാണ് പ്രോൺസ് ഇട്ടിട്ട്. കാർബോണാര ട്രൈ ചെയ്തു. ഇപ്പം ഇവിടെ വന്നിട്ട് ഏറെക്കുറെ ഫുഡ് ട്രൈ ചെയ്യുന്ന പരിപാടിയാണ് കാര്യമായിട്ട് നടക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഇറ്റലിയിലെ എല്ലാ സാധനവും നമുക്ക് കാണാൻ പറ്റില്ല. അല്ല, റോമിൽ വന്നിട്ട് വേണമെങ്കിൽ ഓട് നടന്ന് എല്ലാം കാണാം. പക്ഷെ ഇവിടുത്തെ ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ളൊരു വൈബാണ്. അത് പ്രത്യേകിച്ച് കുറച്ചെങ്കിലും അറിയാവുന്ന ആൾക്കാരുടെ കൂടെ ആണെങ്കിൽ പിന്നെ പറയുകയുണ്ട്, ഫുഡ് തിന്നാൻ തന്നെ നമ്മുടെ സമയം പോകും. ജെസിക്ക ഈസ് കൈൻഡ് ഓഫ് ആൻ എക്സ്പേർട്ട് ഇൻ ദിസ് വൺ. ഷീ കൈൻഡ് ഓഫ് ഹാഡ് ഓൾ ദ കൈൻഡ്സ് ഓഫ് ഫുഡ് ഐ ഗെസ്. സോ ജെസിക്ക, ബാക്കിയെല്ലാം പറഞ്ഞാൽ ഞങ്ങൾക്ക് എക്സ്പ്ലനേഷൻ എല്ലാം വേണമെന്നുണ്ട്. ബാക്കി മറ്റേ പ്രോൺസിന് എടുത്തിരിക്കുന്നത് സാൽമൺ ആണ്. അത് കഴിഞ്ഞിട്ട് മറ്റേത് മഷ്റൂംസ് ആണ്. മഷ്റൂംസും ഒരു മീറ്റ് ഉണ്ട് അതിനകത്ത്, സൽസിച്ച എന്ന് പറയും. പിന്നെ വീണ്ടും റൈറ്റ് സൈഡിലുള്ളത് ഇറ്റ്സ് പൊട്ടേറ്റോ ആൻഡ് മീറ്റ്.
ഓക്കെ എല്ലാം മിസ്മാച്ച് ആണ് എല്ലാം. ഏതെങ്കിലും വെറൈറ്റി സാധനം ഞാൻ എൻ്റെ ഫുഡ് ചൂസ് ചെയ്യുന്ന ഞാനല്ല, ഇവരെ കൊണ്ട് ചൂസ് ചെയ്യിപ്പിക്കുക. ഇവര് ഓരോ വെറൈറ്റി സാധനം എനിക്ക് സെലക്ട് ചെയ്ത് തരും, ഞാൻ കഴിക്കും. അതാണ്ട് ഒന്നും നോക്കുന്നില്ല. ഇതിങ്ങനെ പീസായിട്ടാണോ വിൽക്കുന്നത്? ശരിയാണ്. അന്നേരം വേ ചെയ്ത് സത്യം പറഞ്ഞാൽ ഇവിടെ പല ടൈപ്സ് ഓഫ് ഇങ്ങനെ തരും. ഇതിപ്പോ ആ തയ്യോ എന്ന് പറയുന്നത് വെച്ചാൽ ഓരോ പീസായിട്ട് വെയിറ്റ് നോക്കി തരും. അല്ലെങ്കിൽ തോന്തയുണ്ട് എന്ന് വെച്ചാൽ ഫുൾ റൗണ്ട് പിസ്സ. അതാണ് യൂഷ്വലി നമ്മള് ഞങ്ങൾക്കും അതൊക്കെ ഫുൾ ഒരു പ്ലേറ്റ് തോന്ത. വേണ്ട, വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യും. ബ്രിഞ്ചോൾ ഓക്കെ, ഐ വിൽ ട്രൈ ദാറ്റ്. എനിക്ക് പച്ചക്കറി ഇഷ്ടം ആണോന്ന് ചോദിച്ചാൽ ഇഷ്ടമാണ്. ഈ വഴുതനങ്ങ ബ്രിഞ്ചോളൊക്കെ ശരിക്കും പറഞ്ഞാൽ തോരൻ വെച്ച് തിന്ന സാധനം ഇപ്പൊ പിച്ചയായിട്ട് തിന്നാൻ പോവാ. എങ്ങനെ ഉണ്ടെന്ന് അറിയത്തില്ല, നോക്കാം. ഏതായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നാലും സ്വീറ്റ് ആയിട്ടുള്ള പിസ്സ എന്ന് പറഞ്ഞപ്പം ഭയങ്കര ഒരു വിയേർഡ് ഫീലിംഗ് എനിക്ക് വരുന്നത്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. സാധാരണ നമ്മള് വീട്ടിലൊക്കെ ഇപ്പൊ ഇങ്ങനെ നമുക്ക് പിസ്സ ബ്യാങ്ക് ഉണ്ട്, നമ്മൾ അത് വീട്ടിൽ തന്നെ നമ്മള് ന്യൂസെല്ല തേച്ചിട്ട് കഴിക്കും. ഓ, പിസ്സയിലോ? പിസ്സയില്. അയ്യോ, ഞാനിവിടെ പിസ്സയില് ഡിപ്പിംഗ് സോസ് യൂസ് ചെയ്യുന്ന പറഞ്ഞപ്പോഴത്തേക്ക് എന്നെ ഇടിക്കാനാണ് പലരും വന്നത്. പക്ഷെ ഇവിടെ പിസ്സയില് ന്യൂട്ടെല്ല എല്ലാം തേച്ചിട്ട്, ഇപ്പം ഇവിടെ ന്യൂട്ടെല്ല എന്ന് പറയത്തില്ല, ഇവിടെ വേറെന്തോ ന്യൂട്ടെല്ല, സീയില്ലല്ലോ. അന്നേരം അതൊക്കെ തേച്ചിട്ടും കഴിക്കുന്നവരുണ്ടെന്ന് അറിഞ്ഞപ്പോ ഒരു സന്തോഷം. ഇത് എത്ര യൂറോയ്ക്കാ? ഇതെല്ലാം 6 യൂറോയ്ക്ക്. ഇത് 3 തതിദോസ് എന്ന് പറഞ്ഞ ഒരു കടയിൽ നിന്നാണ് മേടിച്ചത്. 3 പനീനി ഇങ്ങനത്തെ. നമുക്ക് ഏത് ഇത് വേണമെങ്കിൽ, ഇത് ചിക്കൻ ആണ്, ഇത് ട്യൂണയാണ്. നമുക്ക് ചൂസ് ചെയ്ത് വേണം, ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് അത്രയും 4 സോസ്. ഈ ഫ്രൈസ് 4 സോസിന് 2.5 യൂറോ മാത്രമേ ഉള്ളൂ. ഇത്രയും സാധനം 6 യൂറോ, മൊത്തം 6 യൂറോ. കാനഡയിലുള്ളവരോട് പറയാ, വെക്കേഷൻ ആണെങ്കിൽ പോലും ഇവിടെ വന്നേക്കരുത്. തിരിച്ചു പോകുമ്പോൾ നമുക്ക് ഡിപ്രഷൻ ആവും. ഇവരുടെ ഭക്ഷണം എല്ലാം കണ്ടും റേറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ. ഓക്കെ, ഈ ഫുഡ് ഐറ്റംസിന് അതൊക്കെ എത്ര രൂപയായി? എല്ലാം കൂടെ മൊത്തത്തിൽ എത്ര റേറ്റ് ആയി? 8 യൂറോയ്ക്ക് കിട്ടുന്ന ഫുഡ് ഐറ്റംസിന്റെ അളവ് നിങ്ങളൊന്ന് കണ്ടിട്ടുണ്ട്? ഓക്കെ, ഇത് ഈ 8 യൂറോയ്ക്ക് കിട്ടുന്ന സാധനം കത്തിയാന്നാണ് ഇവർ പറയുന്നത്. ഇത്രയും പിച്ചയ്ക്ക് ഇതിനെത്രയാണ് നമുക്ക്? ഇതിനെല്ലാം കൂടെ എത്രയായി? 11 യൂറോ. ഈ 11 യൂറോയ്ക്ക് ഇത്രയും ഫുഡ് കിട്ടിയിട്ട് കത്തിയാണെന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്. ഓക്കെ, 1 മീറ്ററിന്റെ പിസ്സ 12 രൂപയ്ക്ക് കിട്ടുന്ന പറയുന്നത്. അതെന്താ സംഭവം? ഓ, അതിനെത്ര? നമ്മുടെ റാപ്പിനെ ഇവിടെ ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഇവിടെ വന്നിട്ട് ഈ ലോക്കൽ ഇറ്റാലിയൻസിന് എല്ലാവർക്കും പുച്ഛമാന്ന് തോന്നുന്നു. അവനാണെങ്കിൽ വിശന്നിട്ടിരിക്കുക. ഇതെന്നാ? ഇതിന്റെ പേര്. ഇതിന്റെ അകത്ത് prosciutto എന്ന് പറഞ്ഞ ഒരു ക്യൂർഡ് മീറ്റ് ഉണ്ട്, salsiccia എന്ന് പറഞ്ഞ സോസേജ് ഉണ്ട്, പിന്നെ ഇതിന്റെ അകത്ത് സാലഡ് ഉണ്ട്, സോസ് ഉണ്ട്. എത്ര അതിന് മൊത്തത്തിൽ റേറ്റ്? 9 യൂറോ അല്ലേ? പക്ഷെ അതിന്റെ സൈസും കണ്ടോ, അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. ഇതിന്റെ പേര് ചോദിച്ചപ്പോൾ ഒരു സഹോദരൻ പറഞ്ഞ ഇതിന്റെ പേര് ദിവാകരൻ എന്നാണ്. ഇദ്ദേഹമാണ് പറഞ്ഞത്. ഈ റോമിലെ ഒരു ലോക്കൽ നിവാസിയാണ്. കാർത്തി പറഞ്ഞേക്കുന്നത് ഇതിനെ ദിവാകരൻ എന്ന് വിളിച്ചാൽ മതി എന്നാണ്. സംഭവം ബ്രിഞ്ചാൾ ഇട്ടിട്ടുള്ള പിzzയാണ്. സാധനം എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല. പച്ചക്കറി പൊതുവേ ഇഷ്ടമാണ്, പക്ഷേ പിസ്സേൻ്റെ കൂടെ ആദ്യമായിട്ടാണ് ഞാൻ തിന്നുന്നത്. കർത്താവെ, പിന്നെയും ഡിപ്രഷൻ ആവും ഇങ്ങനെ പോയാൽ. നല്ല ഫുഡ് കഴിച്ചിട്ട്, നീ നല്ല ഫുഡെല്ലാം കഴിച്ചിട്ട് തിരിച്ചു പോകുമ്പോൾ നമുക്ക് ജീവിതം മുടക്കും. ഓക്കെ ജെസിക്ക, യു ഹാവ് ടു എക്സ്പ്ലെയിൻ വാട്ട് ദിസ് ഈസ്. ഇതെന്നാ സാധനം? ഇത് സാധാരണ ബേസ് പിസ്സ, അതിനകത്ത് ടൊമാറ്റോ സോസ് ഉണ്ട്, ടൊമാറ്റോസ് ഉണ്ട്, പിന്നെ വെളുത്തിരിക്കുന്ന എന്നാ സംഭവം? അത് മൊസറല്ല, ചീസ് പോലെയാണ് കാണുന്നത്. ചീസ് പോലെയാണ്, പക്ഷെ അത് ഒരു ഡിഫറെന്റ് ടൈപ്പിലാണ് കാണത്തില്ല. അപ്പൊ എന്നെ കാണാം. ഓക്കെ, ഞാൻ വ്ളോഗറിനെയും കാണിച്ചു ഫുഡും കാണിക്കാനാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഇതാണ് സാധനം. അവൾ എക്സ്പ്ലെയിൻ ചെയ്ത് എന്താന്ന് എനിക്കും തിരിഞ്ഞിട്ടില്ല. ഐ മീൻ അങ്ങനല്ല, ഈ സാധനം എന്താന്ന് ഇവർ പല പേര് പറയും. ബേസിൽ ലീവ്സ്, പിന്നെ ആ വൈറ്റ് കളേർഡ് ഒരു ചീസാണ്, ഒരു ടൈപ്പ് ചീസാണ്. ബാക്കി ടൊമാറ്റോസ്. ഓക്കെ, ട്രൈ നോക്കാം, എന്നാന്ന് അറിയത്തില്ല. ഗൈസ്, ക്രീമി ഗാർലിക് സോസ് ആണ് ഇവര് എന്താ സോസ് എന്ന് പറഞ്ഞത്. ഞാൻ ഇതെങ്ങാനും പിസ്സേന്റെ കൂടെ കുത്തിയിട്ടുണ്ടെങ്കിൽ ഇവരെന്നെ ഇടിക്കുമെന്നാണ് പറഞ്ഞത്. ഇവിടുത്തെ പിസ്സയ്ക്ക് സോസ് ഒന്നുമില്ല, കുത്തി തിന്നുന്നൊന്നുമില്ല. അത് വേണ്ട ആവശ്യമില്ല, പക്ഷെ അങ്ങനെയാണ് ഞങ്ങൾ തിന്നുന്നത്. ഇറ്റാലിയൻസിന്റെയോ? ഇവർക്ക് നൈറ്റ് മെയർ ആണോ പോലും പിസ്സ ഡിപ്പിംഗ് സോസിൽ മുക്കി തിന്നുന്നത്? ആണോ? ഓ, അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. എല്ലാവരുടെയും എക്സ്പ്രഷൻ മാറി തന്നെ കാണുമ്പോൾ നല്ല രസമാണ്. ഇതിലെ
ഫ്രീ വാട്ടർ ആണ്. ഇതെങ്ങനെ കുടിക്കേണ്ടതെന്ന് കാണിച്ചു തരാം. ഇതിന് രീതിയുണ്ട് കുടിക്കാൻ. ഗൈസ് ആദ്യമേ എങ്ങനെ പിടിച്ചിട്ട് അയ്യോ ഇത് കൊള്ളാലോ പരിപാടി. കണ്ടോ ആ അടച്ചു വെച്ചിട്ട് ഇങ്ങനെ മുകളിലൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. അതിൽ നിന്നാണ് വെള്ളം കുടിക്കുന്നത്. ആണ് വെള്ളം കുടിക്കുന്ന റൂമില് പല സ്ഥലത്തും ഓപ്പൺ ആയിട്ടുള്ള ഇതുണ്ട്. ഒന്ന് കുടിച്ച് കാണിച്ചാടാ എങ്ങനെയാ വെള്ളം കുടിക്കുന്നതാണോ. ഓയ്യോ നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് കുടിക്കേണ്ട അവസ്ഥയാ. ഇത് ലിറ്ററലി റോമൻസ്. ഇത് ഫ്രഷ് വാട്ടർ ആണെന്നാ പറയുന്നത്. എന്തോരം നല്ലതാണെന്ന് എനിക്കറിയത്തില്ല. നല്ല വെള്ളമാ? ആ നല്ല വെള്ളം ഡ്രിങ്കബിൾ ആണെന്നാ പറയുന്നത്. അന്നേരം ഈ വാട്ടർ ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ ശരിക്കും പറഞ്ഞാൽ പ്യൂരിറ്റിക്ക്? ആ ഇവർക്ക് കുഴപ്പമൊന്നും വന്നിട്ടില്ല. ഈ റൂമിൽ കിടക്കുന്നവർക്കൊന്നും കുഴപ്പം വന്നിട്ടില്ലെന്നാ പറയുന്നത്. ഓക്കെ കാൽഷ്യം മാത്രമേ ഉള്ളൂ അല്ലേ. ഞങ്ങൾ മെട്രോയിൽ കയറാൻ പോവാണ്. മെട്രോയിൽ പോകണമെങ്കിൽ ജസ്റ്റ് ഈ സാധനം എടുക്കുക, ഇവിടെ ടാപ്പ് ചെയ്യുക, എന്നിട്ട് ഇങ്ങോട്ട് കയറുക. ഇതാണ് മെട്രോയിലോട്ട് കയറുന്ന സിസ്റ്റം. നമ്മൾ സാധാരണ കാനഡയുള്ള സബ്വേയിലും നമ്മൾ ഇതേ പരിപാടി തന്നെയാണ് ചെയ്യുന്നത്. മെട്രോയിലെ യാത്രയ്ക്ക് മുന്നേ ഞങ്ങൾ പല വഴി പിരിഞ്ഞുവെങ്കിലും ഞങ്ങൾ അവസാനം ഒന്നിച്ചുകൂടാൻ തീരുമാനിച്ചിരുന്നു. അങ്ങനെ റോമിൻ്റെ പല ഭാഗത്ത് കറങ്ങിയതിന് ശേഷം ഞങ്ങൾ വീണ്ടും ചരിത്രം അന്വേഷിച്ച് ഇറങ്ങി. ഈ രാജ്യത്ത് മൊത്തം ടൂറിസ്റ്റുകളേ ഉള്ളൂ ഗൈസ്. ഞാനും ടൂറിസ്റ്റാണ് ഗൈസ്. അടുത്ത വർഷം ജൂബിലി ഇയർ അല്ലേ? ജൂബിലി അത്ര പഴകിയതോ? സ്പൈസസ് ഒക്കെ ഇട്ട് കുരുമുളക് ഉപ്പ് ഒക്കെ ഇട്ട് ഇങ്ങനെ ഉണക്കി വെക്കും. എന്ത് തിരക്കാ നോക്കി ഈ സൈഡ്. ഏത് കൊള്ളാം. ഇവിടെ ട്രെവി ഫൗണ്ടെയിൻ കാണാൻ വരുവാണെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടൊരു വ്യൂ അടുത്തുനിന്ന് കിട്ടുന്നത് പോരാ, വേറെ എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ട്രെവീൻ്റെ തൊട്ട് ഫ്രണ്ടിലൊരു കടയുണ്ട്, ഒരു ഡ്രസ്സ് കട. അതിൻ്റെ ടോപ്പിലെ ഫ്ലോറിലോട്ട് കയറുക. അവിടുന്ന് ജസ്റ്റ് കുറേ ഫോട്ടോസ് നമുക്ക് എടുക്കാം നല്ല വൃത്തിക്ക്. അതിനുശേഷം അവിടുന്ന് ഇറങ്ങുക. ഇവിടെ എല്ലാവരും ചെയ്യുന്നതാണ്. പണ്ടൊരു സീക്രട്ടായിരുന്നു, ഇപ്പോൾ അത് നോൺ സീക്രട്ടാണ്. എല്ലാവരും എന്ന് പറഞ്ഞാലും അങ്ങനെ വരുന്നത്. എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് ട്രെവി ഫൗണ്ടെയിനിലാണ്. ഞാൻ പറഞ്ഞു ഇറ്റലിയിലുള്ള കുറച്ച് ലോക്കൽ ആൾക്കാരെ, അതായത് ഇവിടെ താമസിച്ചിട്ട് കൊല്ലങ്ങളായി താമസിക്കുന്ന കുറച്ച് ആൾക്കാരെ ഞാൻ പരിചയപ്പെടും. അവരുടെ അടുത്തുനിന്ന് ഇവിടുത്തെ കുറച്ച് ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാൻ നോക്കാം. ഇപ്പം എൻ്റെ കൂടെ ഉള്ളത് ബോണ്ണി, ഇത് വേറൊരു ബോണ്ണി, ഇത് ബെറ്റ്സി, റൊമീന, റോബിൻ, ജെസിക്ക ആൻഡ് മിസ് റോക്സി. അതായത് ഇവര് ഇവിടെ കൊല്ലങ്ങളായിട്ടുള്ളതാണ്. ഇപ്പം ബോണ്ണി എന്നോട് ഇതിനെക്കുറിച്ച് എന്താണ് ഈ ട്രെവി ഫൗണ്ടെയിൻ, എന്താ സംഭവം എന്ന് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. അതേ ഹിസ്റ്റോറിക്കലായിട്ട് ഞങ്ങൾ പോകുന്നില്ല, ഞങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ ചെറുതായിട്ട് അവൻ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ബോണി എന്താണ് ഈ സംഭവം? ഹലോ ഗൈസ്, ഗുഡ് ഈവനിങ്. ബേസിക്കലി ഇപ്പം നമ്മുടെ ചേട്ടൻ പറഞ്ഞ പോലെ ഇതൊരു ട്രെവി ഫൗണ്ടൻ ആണ്. ബേസിക്കലി നെയിം ട്രെവി എന്ന് പറയുന്നത് മൂന്നിനാണ് അർത്ഥം. ത്രെവിയെ, അത് ഇറ്റാലിയനാണ് വരുന്നത്. സോ ബേസിക്കലി 3 റോഡിൻ്റെ നടുക്കായിട്ടാണ് നമുക്ക് ഈ മോണുമെൻറ്റ് കാണാൻ പറ്റുന്നത്. അതായത് ഫസ്റ്റ് റോഡ്, മൂന്നാമത്തെ റോഡ് അത്, സെക്കൻഡ് റോഡ് ഈ മെയിൻ ഇത് പിന്നെ അത് 3 റോഡ് ചേരുന്ന സ്ഥലമല്ല. അത്ര അറിയുള്ളൂ. ടാറ്റ ബൈ ബൈ. ഓക്കെ, അവൻ തന്ന ഇൻഫോ അനുസരിച്ച് 3 റോഡ് കൂടുന്ന ഒരു ജംഗ്ഷൻ, അത് ഒരു കവല. ആ കവലയിൽ ഒരു ഫൗണ്ടൻ ഉണ്ട്, അതാണ് ഈ ട്രെവി ഫൗണ്ടൻ. അതിന്റെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് എന്താണെന്നല്ലോ. സോ ബേസിക്കലി 1732 ഇത് പണിത്. അവിടെ പഴയതാണ്, ഇപ്പോഴും അത് നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഈ കഴിഞ്ഞ ദിവസങ്ങളായിരുന്നു റിസ്ട്രക്ചറാണ് ചെയ്തത്. അതായത് റിസ്റ്റോറേഷൻ വീണ്ടും ചെയ്തത്. ക്ലോസ്ഡ് ആയിരുന്നു ഫുള്ള്. അതുപോലെ തന്നെ ഒരു പാലം അതിന്റെ മുകളിൽ പണിതായിരുന്നു. സോ ബേസിക്കലി ആ പാലത്തിന്റെ മുകളിൽ കൂടെ ടൂറിസ്റ്റുകൾക്ക് വേണമെങ്കിൽ ഒന്ന് പോയി കാണാമായിരുന്നു. ഓപ്പൺ ആണ്. പക്ഷെ താഴത്തേക്ക് ഇറങ്ങാൻ പറ്റുമെന്ന് ഇതുവരെ നമുക്കറിയില്ല. വേണമെങ്കിൽ പോയി നോക്കാം. നിങ്ങൾ പോയി നോക്കിക്കോളൂ ഗൈസ്. ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ എന്തോ കോയിൻ ടോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു വരാമെന്നോ കല്യാണം കഴിക്കാമെന്നോ അങ്ങനെ എന്തോ കാര്യം പറഞ്ഞു. അതിനെ കുറിച്ച് എന്താണ്? സോ ബേസിക്കലി അതൊരു മിത്താണ്. പക്ഷേ സാധാരണ ഇറ്റാലിയൻസ് ഇവിടുത്തെ ഇങ്ങനത്തെ മിത്സ് ഒക്കെ വിശ്വസിക്കുന്ന ടൈപ്പ് ആൾക്കാരൊക്കെയാണ്. അതുപോലെ തന്നെ സോഡിയക് സയൻസ് ഒക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. സോ ബേസിക്കലി ഒരു കോയിൻ എടുത്തിട്ട് നമ്മൾ ബാക്കിലോട്ട് തിരിഞ്ഞിട്ട് നമ്മുടെ ബാക്കിലേക്ക് ഫൗണ്ടന്റെ ഡയറക്ഷൻ ബാക്കിലേക്ക്, അതായത് നമ്മൾ ഫൗണ്ടന്റെ ഡയറക്ഷനിലേക്ക് ബാക്കിലേക്ക് ഇടുമ്പോൾ നമുക്ക് ലക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എക്സ്ട്രാ പൈസ നമുക്ക് തിരിച്ചു കിട്ടുമെന്നാണ് പറയുന്നത്. അതല്ലെങ്കിൽ ഞാൻ
ഇത് പേടിക്കണ്ട കേട്ടോ, ബാഗ് ഫ്രണ്ടിൽ ഇട്ടേക്കുന്ന വല്ലവരും അടിച്ചോണ്ട് പോകുന്ന പേടിച്ചിട്ട് ഇട്ടേക്കുന്ന, അല്ലാണ്ട് വേറെ കുഴപ്പമുണ്ടായിട്ടൊന്നുമില്ല. റോബിൻ പറ, എന്താണ് നിങ്ങൾ കേട്ടിരിക്കുന്ന ഈ ട്രെവി ഫൗണ്ടൈന്റെ മിത്ത്? ആദ്യത്തെ കോയിൻ നമ്മളെ റോമിലേക്ക് തിരിച്ചു വരുന്നത്. തിരിച്ചു വരും. ഒരു കോയിൻ ഇട്ടാ റോമിലേക്ക് തിരിച്ചു വരും. രണ്ടാമത്തെ കോയിൻ ഇട്ടാ ഞാൻ കേട്ടിട്ടുള്ളത് ട്രൂ ലവ് കിട്ടും റോമിൽ. ട്രൂ ലവ് വേണ്ടവരാണെങ്കിൽ അതിനുവേണ്ടിയാണ് റോബിൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഗൈസ്. ഉറപ്പായിട്ടും എല്ലാ ആഴ്ചയും ഓരോ ദിവസം ഓരോ കോയിൻ കൊണ്ടേ ഇടും. പക്ഷേ ഇതുവരെ ഒന്നും ആയിട്ടില്ല എന്ന് എന്റെ വിശ്വാസം. നോക്കട്ടെ റോബി, മൂന്നാമത്തെ കോയിൻ ഇട്ടാ കല്യാണം. സോറി, എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ട്. മൂന്നാമത്തെ കോയിൻ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കല്യാണം നടക്കുമെന്നാണ് പറയുന്നത്. നമ്മുടെ നല്ല സോറി, എന്റെ കല്യാണം നടക്കണമെങ്കിൽ ഞാൻ മൂന്നാമത്തെ കോയിൻ അത് കൊണ്ട് ഇട്ടാൽ നടക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇപ്പൊ കാനഡ ഉള്ളവരായാലും നാട്ടിലുള്ളവരായാലും കല്യാണം നടക്കാത്ത ചേട്ടന്മാരുണ്ടെങ്കിൽ വന്ന് ഈ ട്രെവി ഫൗണ്ടൈനിൽ ഒരു 3 കോയിൻ ഇടുക. ഇവിടുന്ന് നല്ല അടിപൊളി കല്യാണം നടക്കും. നിങ്ങളുടെ ജീവിതം സെറ്റ് ആയിരിക്കും. വേറെ എന്തെങ്കിലും മിത്തുണ്ടോ ഇതിനെക്കുറിച്ച്? വേറെ എന്തെങ്കിലും ഹിസ്റ്ററി, എന്തെങ്കിലും മിത്ത് വേറെ എന്തെങ്കിലും? ബേസിക്കലി പറയാനായിട്ട് ഇത് നേരത്തെ ഒരു അക്വഡക്റ്റ് ആയിരുന്നു. അതായത് ഇതിന്റെ വെള്ളത്തിന്റെ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടിയാണ് ബേസിക്കലി ഈ മോണമെന്റ് പണിത്. സോ ബേസിക്കലി ഫുള്ള് നമ്മൾ വെച്ച് നോക്കുവാണെങ്കിൽ വെള്ളമാണ് ഏറ്റവും മെയിൻ തീം. ഓക്കെ, ബെറ്റ്സിക്ക് എന്താ പറയാനുള്ള ഈ ഫൗണ്ടൈനെ കുറിച്ച്? വളരെ നല്ലൊരു ഫൗണ്ടനാണ്. ഞാൻ വേറൊരു മിത്തും കൂടെ പറയാം. അവിടെ സൈഡിലായിട്ട് ഈ ഫൗണ്ടന്റെ ഒരു കപ്പിൾസ് ഫൗണ്ടൻ ഉണ്ട്. അപ്പൊ പറയുന്നത് എന്തുവാന്ന് വെച്ചാൽ അതിന്റെ ഉള്ളിൽ നിന്ന് കപ്പിൾസ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ലൈക്ക് അവരെപ്പോഴും ടുഗെദർ ആയിരിക്കും എന്നാ പറയുന്നത്. കിട്ടിയിട്ടില്ല. അന്നേരം അവിടെ ഒരു കപ്പിൾ ഫൗണ്ടൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറ്റുവാണെങ്കിൽ അവിടെ ഒന്ന് പോകും. എന്തെങ്കിലും വെള്ളം കുടിച്ചിട്ട് രക്ഷപ്പെടുവാണെങ്കിൽ രക്ഷപ്പെടട്ടെ എന്നോർത്ത് ഞാനും എന്തായാലും ഒന്ന് കുടിക്കാൻ പോകുന്നുണ്ട്. ഇനി ഒരു 3 കോയിൻ തപ്പിയെടുക്കണം. 3 കോയിൻ ഇടുവാണെങ്കിൽ കല്യാണം നടക്കും. അതുകൊണ്ട് ഇത് കാണുന്നവർ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, നടക്കുന്നില്ലെങ്കിൽ വേഗം പോയിട്ട് ഒരു 3 കോയിൻ ഇട്ടാൽ മതി. ജെസിക്ക ആണെങ്കിൽ ഇപ്പൊ കോയിൻ ഇടണമെന്ന് പറഞ്ഞു തുടങ്ങി. ജെസിക്ക എന്താ ഈ ഫൗണ്ടൈനെ കുറിച്ച് പറയുന്നത്? നല്ല അഭിപ്രായം. ഇത് ഭയങ്കര ഏസ്തെറ്റിക് ഒരു സ്ഥലമാണ്. എസ്തെറ്റിക് ആണോ? ആണോ? എപ്പോഴും വരുമ്പോ പ്രൊപ്പോസൽ സീൻസ് കാണും. ലൈക് പാർട്ടി, ഇപ്പം ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് കുറെ ഫോട്ടോ എടുക്കാൻ വരും. പിന്നെ എപ്പോഴും റോമിൽ വന്ന എല്ലാവരും വന്ന് മെയിൻലി ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും വരുന്ന സ്ഥലമാണ് ഫോൺതായ് ട്രെവി. രാവിലെ ആണെങ്കിൽ രാത്രി ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു ഐഫോൺ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു ഫോൺ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഫോട്ടോസ് എടുക്കുന്ന ഒരു സ്ഥലമാണ്. ഇത് ഐഫോണിന്റെ പ്രൊമോഷൻ അല്ല. എനിക്ക് ഐ ആം നോ വേ റിലേറ്റഡ് ടു ഐഫോൺ. എനിക്ക് ഐഫോണിനോട് വലിയ താല്പര്യമില്ല. പിന്നെ നല്ല രസമാണ്, നല്ല സ്ഥലമാണ്, നല്ല വൈബാണ്. ഇവിടെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം കാനഡ ഉള്ളവരാണ് ഞാൻ പ്രത്യേകിച്ച് പറയാ. ഇടയ്ക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ നല്ല കാര്യമാണ്, നല്ല സ്ഥലമാണ്. നമുക്ക് കാണാൻ പറ്റുന്ന കുറെ കാഴ്ചകളുണ്ട്, കുറെ ഭക്ഷണമുണ്ട്, കുറെ ഫുഡുണ്ട്. പക്ഷെ നിങ്ങളുടെ ബാഗ് ശ്രദ്ധിക്കുക. ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല. ട്രെവി ഫൗണ്ടൈൻ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ദ വൺ. ഇറ്റ്സ് കൈൻഡ് ഓഫ് ഓസം. കാണാനൊരു നല്ല സ്ഥലമാണ്. പിന്നെ കുറെ നല്ല മനുഷ്യരുണ്ട്. ഇതുകൊണ്ട് ഇത്രയും ആൾക്കാർ ഇങ്ങനെ വാചാലരായി ഇത്രയും കാര്യം സംസാരിക്കണമെങ്കിൽ there should be some good thing about this place. So I am really grateful to you guys. നിങ്ങൾ പറഞ്ഞു തന്നതുകൊണ്ട് എനിക്ക് കുറെ കാര്യം അറിയാൻ പറ്റി. താങ്ക് യു സോ മച്ച്. വൈകുന്നേരങ്ങളിലെ ട്രെവി ഫൗണ്ടൈനിലെ തിരക്ക് കണ്ടതിന് ശേഷം ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു. യാഥാർത്ഥ പ്രണയം കണ്ടെത്താനും വിവാഹം നടക്കാനും ചരിത്രം അറിയാനും ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ വരാറുണ്ട്. ജീവിക്കാനായി ചിത്രം വരയ്ക്കുന്ന കുറേ പേരും ആ ഇടവഴിയിൽ ഞാൻ കണ്ടു. കുറേ കഥകൾ എനിക്ക് ഇനിയും പറയാനുണ്ട്. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെയും ദിസ് ഈസ് അബിൻ ആർക്കൈവ്സ് സൈനിങ് ഓഫ്. And this is just the beginning. I need a big change, help me feel like living. I need a big swing, home runs I'm hitting, and I'll never look back, moving on till I get it all. And we all got dreams.